പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥന മശിഹ. ഹല്ലേലൂയാ, 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 ആമീൻ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യദാതനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ഹല്ലേലൂയാ, 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 ആമീൻ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യിരെമ്യാവിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തെ ആസ്പദമാക്കി ശിവത നഷ്ടപ്പെട്ട യഹൂദ ജനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ദാവീദ് രാജാവ് യഹോവയ്ക്ക് ആലയം പണിയണമെന്ന് ആഗ്രഹം നാഥാൻ പ്രവാചകനോട് പറഞ്ഞപ്പോൾ യഹോവ നാഥാൻ പ്രവാചകനോട് പറഞ്ഞത്, നീ ചെന്ന് ദാവീദിനോട് പറയേണ്ട കാര്യങ്ങൾ ഈ അധ്യായത്തിൽ സവിസ്തരം പറയുന്നുണ്ട്. എല്ലാം എടുത്ത് ഉദ്ധരിപ്പാൻ തിരിയുന്നില്ല. എന്നാൽ ദാവീദിനെക്കുറിച്ചും തൻ്റെ ഗ്രഹത്തെക്കുറിച്ചും തലമുറയെക്കുറിച്ചും യഹോവ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് നമ്മുടെ ചിന്തയിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്നും ആടുകളെ നോക്കിക്കൊണ്ട് നടന്നപ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ച എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടി ഇരുന്നു. നിൻ്റെ സകല ശത്രുക്കളെയും നിൻ്റെ മുമ്പിൽ നിന്നും ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിൻ്റെ പേർ വലുതാക്കും. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗൃഹമുണ്ടാക്കും. നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്ന സന്തതിയെ നിൻ്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും. ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കും സ്ഥിരമാക്കും. എന്ന് പറഞ്ഞു. ഇതേ വിഷയം 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. ദൈവം സ്ഥിരപ്പെടുത്തിയതിനെ ദൈവം തന്നെ അസ്ഥിരപ്പെടുത്തുന്ന വിഷയമാണ് നമ്മുടെ ചിന്താ വിഷയം. യിരെമ്യാവിൻ്റെ പുസ്തകം 22-ന്റെ 29 പറയുന്നത്, ഇനി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവൻ്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. യഹൂദ രാജാവായ വന്യാവ് എൻ്റെ വലങ്കൈക്ക് മുദ്രാമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതുപോലെ 78-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 60-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ യഹോവ ശീലോവിലെ തിരുനിവാസവും ഞാൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരിക്കുന്ന കൂടാരം ഉപേക്ഷിച്ചു. ലേവി ഗോത്രത്തിൻ്റെ മഹിമ കൊണ്ടല്ല, എങ്കിലും പ്രമാണത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഗോത്രമെന്ന നിലയ്ക്ക് പൗരോഹിത്യം ലേവി ഗോത്രത്തിന് ലഭിക്കുകയും അത് നിത്യനിയമമാക്കി ദൈവം തീർക്കുകയും ചെയ്തു. എന്നാൽ ശമൂവേൽ 2:30 യഹോവയ്ക്ക് പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഭവനവും നിൻ്റെ പ്രതിഭവനവും എൻ്റെ സന്നിധി നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴേ യഹോവ അരുളിച്ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ഇനി ആകുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിൻ്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിൻ്റെ ഭുജവും നിൻ്റെ പ്രതിഭവനത്തിൻ്റെ ഭുജവും തകർത്തു കളയും. പ്രിയ ശ്രോതാക്കളെ, യഹൂദ രാജാക്കന്മാർ കൂടുതലും ദൈവവഴിയിട്ട് അന്യദൈവങ്ങളിലേക്കും മറ്റും ആശ്രയിക്കുകയും അവയെ വണങ്ങുകയൊക്കെയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദാവീദിനോട് ദൈവം ഒരിക്കൽ സത്യം ചെയ്ത വിഷയമായിരുന്നെങ്കിലും ഇനി യഹൂദയിൽ വാഴുവാൻ അവൻ്റെ സന്തതിയിൽ ഒരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു.
അതുപോലെ പൗരോഹിത്യം തലമുറ തലമുറയായി കൈമാറിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഏലി പുരോഹിതൻ്റെ മക്കൾ വഴിവഴിച്ച് ജീവിതം നയിച്ചതിൻ്റെ വെളിച്ചത്തിൽ യഹോവയുടെ ആത്മാവ് ശീലോവിലെ ദേവാലയം ഉപേക്ഷിച്ചു പോയി. അതിൻ്റെ പരിണിതഫലം യഹോവയുടെ പെട്ടകം ഫെലിസ്ത്യർ പിടിച്ചു. ഏലിയുടെ മക്കൾ കൊല്ലപ്പെട്ടു. വാർത്ത കേട്ട് ഏലി പുരോഹിതൻ പുറകോട്ട് വീണു കഴുത്തൊടിഞ്ഞ് മരിച്ചു. യഹോവയുടെ മഹത്വം പൊയ്പോയി എന്ന് പറഞ്ഞ മരുമകൾ ഒരു യാക്കോബിനെ ജനിപ്പിച്ച ശേഷം അവളും മരിച്ചു. എത്ര ഖേദകരമായ സംഭവങ്ങൾ ആണ് അവിടെ നടന്നത്. പ്രിയരെ, ദൈവം നിങ്ങൾക്ക് ഒരു പക്ഷേ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ല നിങ്ങളുടെ ജീവിതമെങ്കിൽ ഇതുപോലെ ദൈവം വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും മാറ്റിക്കളയും. ആകയാൽ ഭയത്തോടും യഹോവയെ സേവിക്കുക. യേശുവിനെ മാത്രം നോക്കി നമുക്ക് യാത്ര തുടരാം. എന്നാൽ ഒരു ശുഭത നിശ്ചയമാണ്. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്ത നമ്മളെ തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.